അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പിന്നെ ആഹ്, ഒരു രണ്ട് മൂന്നാല് കൺസെപ്റ്റും കൂടെ ഉള്ളൂ ഈ ഒരു ഇതിൽ മെയിനായിട്ട്. അത് ഒന്ന് എന്ന് പറയുന്നത് ലൗഡ്നെസ്സും അതുപോലെ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവലും അതിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ സ്കെയിലും വേരിയസ് സ്കെയിൽ യൂസ് ചെയ്തതും. പിന്നെ ഉള്ളത് നമുക്ക് റിവർബറേഷൻ ഉണ്ട്, റിവർബറേഷൻ ടൈം ഉണ്ട്, അതുപോലെ ആഹ്, പിന്നെ റിവർബറേഷൻ ടൈം, അതുപോലെ എക്കോ. ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഈ റിവർബറേഷൻ ടൈമിനുള്ള ഫോർമുലയാണ് അത് നമ്മൾ സബൈൻ ഫോർമുല എന്ന് പറയും. അത് രണ്ട് സിസ്റ്റം, അതായത് FPS സിസ്റ്റം അതുപോലെ SI സിസ്റ്റത്തിലും രണ്ടും രണ്ട് ഫോർമുലയാണ് ഉള്ളത്. ജസ്റ്റ് ഒരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻസ് ഉള്ളൂ. അപ്പം അതും അങ്ങനെ അത്രമാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൽ ലൗഡ്നെസ് എന്ന് പറയുന്നത് ലൗഡ്നെസ് ഓഫ് എ സൗണ്ട് ഈസ് ദ ഡിഗ്രി ഓഫ് സെൻസേഷൻ ഓഫ് സൗണ്ട് ആണ്. അതായത് എത്ര ഡിഗ്രിയിലാണ് നമ്മളെ ഹ്യൂമൻ ഹിയറിന് എത്ര ഇൻറ്റൻസിറ്റിയിലാണ് ഈ സൗണ്ട് പെർസീവ് ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്, ലൗഡ്നെസ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇൻ ഡെഫിനിഷൻ വൈസ് ഇറ്റ്സ് ഡിഗ്രി ഓഫ് സെൻസേഷനോ. ഈ ലൗഡ്നെസ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സൗണ്ട് ഇൻറ്റൻസിറ്റിയും അതുപോലെ ഹ്യൂമൻ ഇയറോ അല്ലെങ്കിൽ മൈക്രോഫോണോ ഏതാണോ ഈ സൗണ്ട് പെർസീവ് ചെയ്യുന്നത് ആ ഒരു ഡിവൈസിനെയാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സൗണ്ട് ഇൻറ്റൻസിറ്റി. സോ so basically it's a physical power of sound wave, and it's mainly depends on loudness, mainly depends on sound intensity and sensitivity of ear. So ഇവിടെ നമ്മൾ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ മെഷർ ചെയ്യുന്നത് ഒരു ലോഗരിതമിക് സ്കെയിലാണ് മെഷർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലോഗരിതമിക് സ്കെയിൽ മെഷർ ചെയ്യണമെന്ന കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹ്യൂമൻ ഹിയറിന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ആ, പിന്നെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ പെയിൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 10⁻12 ടൈംസ് ഓഫ് ദിസ് ഈ 10⁻⁻12 ആണ്, അതായത് അപ്രോക്സിമേറ്റ്ലി 1 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. സോ ദർ വിൽ ബി ഈ 10⁻12 ടൈംസ് അത്രയും ഡിഫറൻസ് റേഞ്ചിൽ ഹ്യൂമൻസിന് കേൾക്കാം. സോ ഇതൊരു ലീനിയർ സ്കെയിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ വലിയ സ്കെയിലായി മാറും. സോ ടു റെപ്രസെന്റ് ഇൻ എ വെരി ഷോർട്ട് സ്കെയിൽ, അതായത് ഈ വൈഡ് റേഞ്ചിനെ നമുക്കൊരു ഷോർട്ട് സ്കെയിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ലോഗരിതം സ്കെയിൽ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ സൗണ്ട് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക ഒരു ത്രഷോൾഡ് ഇൻറ്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ട് എത്ര ടൈംസ് ഹയർ ആണ്, അങ്ങനെ ഒരു റേഷ്യോ ബേസ്ഡ് ആണ് ഈ സൗണ്ട് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. സോ sound intensity is given by sound intensity level is given by beta and is defined as the log of I/I0. ഇവിടെ ലോഗ് എന്ന് പറയുന്നത് ബേസ് 10 ആണ്. സോ നാച്ചുറൽ ലോഗ് അല്ല. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നതാണ്, ഇതിന്റെ യൂണിറ്റിനെ പറയുന്നവരാണ് ബെൽ എന്ന് പറയും. സോ ബീറ്റ ഈക്വൽ ലോഗ് 10 I/I0 ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. അത്രയും ബെല്ലാണ് എന്ന് പറയുന്നത് സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡെസിബെല്ല് ആണ് നമ്മൾ യൂണിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്നത് 10 ലോഗ് I/I0 ആണ്. ഇതെന്ന് പറയുന്നത് ഡെസിബെല്ലിൽ കിട്ടണം. എന്തിനാണ് ബെല്ലിനെ ഡെസിബെൽക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ ഡെസിബെല്ലിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ഈ പെയിൻ ഇന്റൻസിറ്റിക്കും അതുപോലെ ത്രഷോൾഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 0 ഡെസിബലും പെയിൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 120 ഡെസിബലും ആണ്. അപ്പം ഇതിൽ 0 to 120 അതിൽ 1 ഡെസിബൽ ചേഞ്ച് വരെ ഹ്യൂമൻസിന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. സോ നമുക്ക് ഇറ്റ് ഈസ് വെരി ഈസി ടു സേ 1 ഡെസിബിൾ ചേഞ്ച് റാദർ ദാൻ 1 ചേഞ്ച് ഇൻ ബെൽ. സോ ഒരു ചേഞ്ച് ഇൻ ബെല്ല് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലാർജ് ചേഞ്ച്. കാരണം ബെല്ല് എന്ന് പറയുന്നത് വേരി ചെയ്യണത് പിന്നെ 0 to 12 ആണ് ബെല്ലിന്റെ യൂണിറ്റ് വേരി ചെയ്യണത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡെസിബൽ വേരി ചെയ്യണത് 0 to 120 ആണ്. കാരണം ഒരു 10 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഓരോതും ഓരോ ഇന്റൻസിറ്റി ലെവലും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനും റെപ്രസെന്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ 0 to 12, ഇപ്പോൾ 0.1 ഇന്റൻസിറ്റി എന്നൊക്കെ 0.1 ബെല്ല് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പമല്ലേ 1 ഡെസിബെൽ എന്ന് പറയുന്നത്. 0.1 ബെല്ല് ഈക്വൽ ടു 1 ഡെസിബെൽ ആണ്. അപ്പം അങ്ങനെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് സ്കെയിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ ആൾവേസ് നമ്മുടെ ഇയർ ആൾവേസ് ബിഹേവ് ആസ് എ ലോഗരിതമിക്കലായിട്ടാണ് ബിഹേവ് ചെയ്യുക. കാരണം രണ്ട് ഇന്റൻസിറ്റിന്റെ റേഷ്യോ ആണ് എന്ത് ഒരു നമ്മുടെ ഇയർ മെഷർ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ആൾവേസ് ഇയർ ബിഹേവ് ആസ് എ ലോഗരിതമിക്കലി എന്നാണ് നമ്മൾ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സൗണ്ട് ഇന്റൻസിറ്റി ലെവല് ലോഗ് എന്ന ലോഗ് ഓഫ് I/I0 എന്ന രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. സോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇതിൽ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് വളരെ കുറച്ച് കാര്യമുള്ളൂ. എന്താണ് ലൗഡ്നെസ് മനസ്സിലാക്കുക. ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് സെൻസേഷൻ ഓഫ് ദ സൗണ്ട് ആണ്. അതാണ് ലൗഡ്നെസ് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് പ്രോപ്പർട്ടീനാണ്. ഒന്ന് സൗണ്ട് ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ സെൻസിറ്റിവിറ്റി ഓഫ് ഇയർ ഓർ സെൻസിറ്റീവ് ഓഫ് ഇയർഫോൺ, അതായത് പെർസീവ് ചെയ്യുന്ന ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ലോഗരിതം ഉപയോഗിക്കാൻ കാരണം ഒരു വൈഡ് റേഞ്ച് ഓഫ് സൗണ്ട് ഇന്റൻസിറ്റി ഹ്യൂമൻസിന് ഹയർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഷോർട്ടർ സ്കെയിലിലേക്ക് നമുക്ക് ഒരു ഗ്രാഫ് ഒക്കെ പ്ലോട്ട് ചെയ്യണമെങ്കിലോ ഷോർട്ടർ സ്കെയിലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗരിതമിക് സ്കെയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു റീസൺ ആണ് നമ്മുടെ ഇയറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ബിഹേവ് ആസ് എ ലോഗരിതമിക്കലി. കാരണം ഒരു റിലേറ്റീവ് ഇന്റൻസിറ്റി ആണ് ഇയർ മെഷർ ചെയ്യുക. ഇയർ നമുക്ക് കേൾക്കാൻ സാധിക്കുക. സോ രണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരു സൗണ്ട് മറ്റേനെ ബേസ് ചെയ്ത് എത്രത്തോളം ഹൈ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ഹിയറിംഗ് ഉണ്ടാവും. സോ പിന്നെ ഇതിൽ വരുന്നതാണ് സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ മെഷർ ചെയ്യുന്നത് രണ്ട് യൂണിറ്റ് ആണ്. ഒന്ന് ബെല്ല്, അടുത്തത് ഡെസിബെല്ല്. ബെല്ലാവുമ്പോൾ ലോഗ് I/I0 മാത്രമാണ്. ഡെസിബെൽ ആകുമ്പോൾ 10 ലോഗ് I/I0 ആണ്. അതിൽ ത്രഷോൾഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 0 ഡെസിബൽ ആണ്. അതുപോലെ പെയിൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 120 ഡെസിബൽ ആണ്. അതുപോലെ ഇതിൽ 0 ഡെസിബൽ ടു 12 ഡെസിബൽ ആണ് ബെല്ല് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സൗണ്ട് ഇന്റൻസിറ്റി ലെവലിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് സിമിലർ ഫോർമുല തന്നെയാണ് പ്രഷർ ഇന്റൻസിറ്റിക്കും വരിക. ബട്ട് പ്രഷർ ഇന്റൻസിറ്റിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു എന്തിനാണ് പ്രൊപ്പോർഷണൽ ആണ്? നിങ്ങൾ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രഷർ എന്ന് പറയുന്നത് ഒരു പ്രഷർ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇന്റൻസിറ്റി. അതുകൊണ്ട് തന്നെ ഇവിടെ 20. ഓക്കെ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ P/P0 ഇതാണ് വരിക കേട്ടോ. കാരണം ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് പ്രഷർ ആണ്. അങ്ങനെ ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐക്ക് പകരം എന്തിട്ട് കൊടുക്കാം? P², I0ക്ക് പകരം P0². കോൺസ്റ്റന്റ് ഉണ്ടാവും, അത് ക്യാൻസൽ ആയി. അപ്പൊ ഇതിനുണ്ട് ഇവിടെ P/P0 ഹോൾ സ്ക്വയർ വരും. അപ്പൊ ലോഗിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് 2 ഇങ്ങോട്ട് വരും. 2 × 10, അങ്ങനെ 20 log 10 I/I0 എന്ന് വരും, ബീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഫോർമുല കിട്ടുന്നത്. ഇത് എന്ന് പറയുന്നതും ഇതിന്റെ യൂണിറ്റും ഡെസിബൽ തന്നെയാണ്. ഈ പ്രഷർ ഇന്റൻസിറ്റി ലെവലും സൗണ്ട് ഇന്റൻസിറ്റി ലെവലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ടു ടൈംസ് ആയിരിക്കും. സൗണ്ട് ഇന്റൻസിറ്റി ലെവലിന്റെ 2 ടൈംസ് ആയിരിക്കും പ്രഷർ ഇന്റൻസിറ്റി ലെവൽ. അപ്പൊ അതുപോലെ വേറെ വ്യത്യാസമുണ്ട്. അതിൽ I/I0 ആണ്, ഇതിൽ P/P0 ആണ്. ഓക്കെ, സോ സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ ഇൻ ഡെസിബൽ ഈസ് ഗിവൺ ബൈ ബീറ്റ ഈക്വൽ ടു 10 log to the base 10 I/I0, ആൻഡ് പ്രഷർ ഇന്റൻസിറ്റി ലെവൽ ബീറ്റ ഈക്വൽ ടു 20 log 10 P/P0. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് പ്രഷർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഇവിടുന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഡെസിബൽ വെച്ചിട്ട് ചോദിക്കാം. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇതിന്ന് ചോദിക്കാൻ പറ്റുന്നത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ഒരു ബീറ്റയിൽ 1 യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് അതിലുണ്ടാവും? അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിന് വരാം. ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയാണ് ഈ സൗണ്ടിന്റെ പ്രഷർ ഇന്റൻസിറ്റിയും സൗണ്ട് ഇന്റൻസിറ്റി ലെവലും നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ലോഗരിതമിക് സ്കെയിൽ എന്തിനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു ഇതാണ്, അത് ഞാൻ ഇവിടെ വിട്ടു. സോ നമ്മൾ വിഷ്പർ ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത്
പിന്നെ 30 ഡെസിബൽ ആണ്. അതുപോലെ നമ്മൾ സാധാരണ നോർമൽ കോൺവെർസേഷനിൽ സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത് പിന്നെ 60 ഡെസിബൽ ആണ്. അതുപോലെ ഷൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 90 ഡെസിബൽ ആണ്. അതുപോലെ പിന്നെ പെയിൻ ഇന്റൻസിറ്റിയിൽ ഇത് 120 ഡെസിബൽ ആണ്. അപ്പൊ ഈ 30-ൽ 0-ൽ എന്താണ് ത്രഷോൾഡ്, 30-ൽ എന്താണ് വിസ്പർ, 60-ൽ എന്താണ് നമ്മൾ സാധാരണ നോർമൽ കോൺവെർസേഷൻസ്, അതുപോലെ 90-ൽ വരുന്നത് ആണ് നമ്മുടെ പിന്നെ ഷൗട്ടിങ് വരുന്നത്. പിന്നെ 120 എന്ന് പറയുന്നത് പെയിൻ ഇന്റൻസിറ്റി ആണ്. നമുക്ക് ഈ ചെവിക്ക് ഒരു ഇറിറ്റേഷൻസ് ഒക്കെ വരുന്ന ഇന്റൻസിറ്റി ആണ് പെയിൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അത് പിന്നെ 120 വരും. ഇനി 120-ലേറെ വരുന്ന കേസ് ഉണ്ട്. അത് ഒന്ന് ഈ പിന്നെ ഇതാണ് എന്ത് പറയുന്നത്, ഈ ജെറ്റ് പ്ലെയിനിന്റെ ടേക്ക് ഓഫിലും അടുത്തത് റോക്കറ്റ് എഞ്ചിൻ്റെ ആണ്. ഈ ജെറ്റ് പ്ലെയിനിന്റെ ടേക്ക് ഓഫിൽ അത് 150 ആണ് വരുന്നത്, റോക്കറ്റിൽ 180 ആണ് വരുന്നത്. അപ്പം ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് ചോദിക്കാം, PSCന്റെ ഒരു ഇത് വെച്ചിട്ട് ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കാം. സോ ബേസിക്കലി നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ അറിയാം. ജെറ്റിനും അതുപോലെ റോക്കറ്റിനും മോർ ദാൻ 120 ആയിരിക്കും. അതുപോലെ ഈ മ്യൂസിക് ഉണ്ടല്ലോ, ഈ ആംപ്ലിഫൈഡ് റോക്ക് മ്യൂസിക്, നമ്മൾ റോക്ക് ബാസ് അങ്ങനെ പറയും, ആംപ്ലിഫൈഡ് റോക്ക് മ്യൂസിക്കിന് അപ്രോക്സിമേറ്റ്ലി പെയിൻ ലെവലിന്റെ അടുത്താണ്. അതായത് 110 ഡെസിബൽ ആണ് ആംപ്ലിഫൈഡ് റോക്ക് മ്യൂസിക്കിനുള്ളത്. സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, വിഷ്പറിന് 30 ഡെസിബൽ ആണ്, കോൺവെർസേഷന് 60, ഷൗട്ടിങ്ങിന് 90, പെയിൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 120 ഡെസിബിൾ ആണ്. അതുപോലെ പിന്നെ നമുക്കുള്ളത് റോക്കറ്റും ഉണ്ട്, അതുപോലെ ജെറ്റ് ടേക്ക് ഓഫ് ഉണ്ട്. അപ്പൊ റോക്കറ്റിന്റെ ഇതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. കാരണം ഒന്ന് ആലോചിച്ചാൽ മതി, റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുക. അതിലൊരു മെയിൻ ഇമ്പോർട്ടൻസ് ഈ ഒരു കാരണം കൂടി അതിലുണ്ട്. കാരണം റോക്കറ്റിന്റെ ഡെസിബിൾ 180 ആണ്, 180 ഡെസിബിൾ സൗണ്ട് ആണ്. അതുപോലെ ജെറ്റ് എഞ്ചിന്റെ കേസിലും, ഈ ജെറ്റിന്റെ കേസിലും സെയിം തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ചും കൂടി കുറവാണെന്നുള്ളൂ. റോക്കറ്റാണ് കൂടുതൽ ഡെസിബിൾ ഉള്ളത്, 180, ജെറ്റിന്റെ 150 ഡെസിബൽ ആണ്. സോ ഈ വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ഞാൻ വേണമെന്നെങ്കിൽ ഇത് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. സോ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വിഷ്പർ 30 dB, കോൺവെർസേഷൻ 60 dB, ഷൗട്ടിങ് 90 dB, ജെറ്റ് ടേക്ക് ഓഫ് 150 dB, റോക്കറ്റ് എഞ്ചിൻ 180 dB. സോ ഇത് വെച്ചിട്ട് ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. സോ ഇതിന് വന്ന നമുക്കൊരു ക്വസ്റ്റ്യൻസ് പിന്നെ ഞാൻ കാണിച്ചു തരാം. വൺ സെക്കൻഡ്. സോ ഈ 53, ക്വസ്റ്റ്യൻ നമ്പർ 53 ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതിന് വന്നത്. സോ 1 ഡെസിബൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എത്രയാണ് ഇന്റൻസിറ്റി ചേഞ്ച് എന്നുള്ളത്. സോ നമ്മൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ ബീറ്റ എന്ന് പറയുന്നത് β1 മൈനസ് β2 എന്ന് പറയുന്നത് 1 dB ആണ്. അങ്ങനെയാണെന്നെങ്കിൽ നമ്മൾ ഇതിൽ ഐ ഡാഷ് എത്രയാണ് കാണണം. അങ്ങനെ അതിന്റെ ഒരു പെർസെൻറ്റേജ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ഇതിന് ആൻസർ വരുന്നത് 26% ആണ്. അതിന്റെ എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ.